അസ്സലാമലൈക്കും. സാബി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിയുടെ എന്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ല. സാബി താക്കും സുഖം തന്നെ. സാബി ബ്ലോഗല്ല, സാബിറ ബ്ലോഗ്. അത് മറന്നുപോയതാ. സാബി ബ്ലോഗ് എവിടെ ആയിപ്പോയിക്കിട്ട് കിട്ടും. അല്ലോ അസൂയക്കാരുണ്ടല്ലോ. എന്നാലും അവരിൽ നിന്ന് നമ്മൾ പിടിച്ചേറ്റും പൊരുതി നമ്മൾ വാങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നത് ചുരിദാർ അടിക്കുകയാണ്. ഞാൻ ചുരിദാറിന്റെ തുണി വാങ്ങിക്കേനു. ഒരു ചുരിദാർ അടിച്ച് കഴിഞ്ഞ് കാണിച്ചട്ടെ. ഒരു ചുരിദാർ അടിച്ചിതാ. ഞാൻ ഒന്ന് വീഡിയോ എടുക്കും. കയ്യില അരക്ക് നല്ല അലാസ്റ്റിക് എല്ലാം വെച്ചിട്ട് ഇതാ ഇതാ അത് നിങ്ങള് ഒന്ന് അടിച്ചു കഴിഞ്ഞ് അതേ മോഡലില്ല, കളറ് മാറ്റുന്നുള്ളൂ. മുറിച്ച് വെച്ചിട്ടുണ്ട് ടാ. മോനെ അവിടെ പീസ് നിർത്തുകൊണ്ടേ കളറ് ഇതെന്നോട്. ഇത് കൈയാന്ന് തോന്നുന്നു. ഇത് കൈ മുറിച്ച് വെച്ചേ. ഇത് മുൻഭാഗം, ഇത് പേന്റ്, ഇത് പിൻഭാഗം. ബേക്ക് ഭാഗം നമുക്ക് അടിക്കുന്നതാണ. ഒന്ന് എടുക്കാറാ. ബേക്ക് ഭാഗം എന്ന് പറഞ്ഞാല് അങ്ങനെ കാണുന്നില്ല. പൊന്തിക്കുമ്പോ പിന്നെ ഇത് കുറ്റിയും കാണൂല, അല്ല വിഷയം കാണൂല. ശരി, ഇത് കയ്യല്ല നമുക്കിപ്പം വേണ്ടി. നമ്മളിപ്പോ വേണ്ടിയത് ഈ ഇവിടെ ഇല്ല, ഇവിടെ തീരെ കുയിക്കൂല. കുയിച്ച് കഴിക്കുമ്പോ ബേക്ക് ഇങ്ങനെ കുയ്യുന്നതാണ്. പിന്നെ അധികം ആക്കും മാക്സി ആയാലും ചുരിദാർ ആയാലും അല്ലെങ്കിൽ മേലോട്ട് ഇങ്ങനെ വേളയിൽ ഇങ്ങനെ കാര്യം പോക്കും. അതിന് ബേക്ക് തീരെ കുയിക്കൂല. നിങ്ങൾ കണ്ടോളെ ബേക്ക് ഭാഗം. ഇതിന്റെ പ്രത്യേകത എന്തെന്നാ, നമ്മൾ വിചാരിക്കും താഴെ ഭാഗമല്ല. അതിന്റെ മുൻഭാഗം താഴോട്ടാണെങ്കിൽ ബേക്ക് വരുക മേലോട്ടാ. ചില ഷർട്ട് കാണില്ല നിങ്ങളങ്ങനെ. അപ്പം മുന്നേ കണ്ട തീരെ ബേക്ക് ചെറുതായിട്ട് ഞാൻ പോയിച്ചിട്ടുള്ളൂ. നമ്മളതിന് നൂല് നടക്കണം. മഞ്ഞ നൂല് വാങ്ങിയിട്ടുണ്ട്. മഞ്ഞ നൂല് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ബോബിൻ കേസിൽ നിന്ന് അറക്കണം. കൊറേ ചുറ്റുണ്ട്. ഈ മിഷ്യൻ നല്ല സുഖമൊന്നുമില്ല. മിഷ്യന് കൊറേ കാലായി. പറഞ്ഞത് നിങ്ങളോട് 4 2 6 23 കൊല്ലായി ഈ മിഷ്യൻ. ബോബിനെടാ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതില്ല, 23 കൊല്ലായി ഈ മിഷ്യൻ. അതുകൊണ്ട് ഇതിന് വലിയ സുഖമൊന്നുമില്ല. അടിക്കുമ്പോ നൂല് കുടുങ്ങിപ്പോവാ. ഈ മിഷ്യന്റെ ഉടമസ്ഥ 23 കൊല്ലം കഴിഞ്ഞാലും കാണാം ഇവിടെ എല്ലാം. ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ വാങ്ങിയതായിരുന്നു. ഇവിടെ എല്ലാം വന്ന് ചോദിച്ച് പണ്ട് അടവിന് വാങ്ങിയതാ. അപ്പൊ അവൻ കാണാൻ വീണ്ടും പേരുന്ന്. ഞാൻ പറഞ്ഞു ആ മിഷ്യൻ ഇവിടെ ഉണ്ട്. അന്നേരം നോക്കുമ്പോ ഓൻ്റെ അടുത്ത് വാങ്ങിയ മിഷ്യൻ തന്നെയാ. അങ്ങനെയാണ് മിഷ്യന്റെ ആ നൂല് നടക്കാൻ അറിഞ്ഞിടാത്തോല്. സാബീത്തഹ യൂട്യൂബ് മാത്രമൊന്നല്ല ചുരിദാർ അടിക്കൂ. ഞാൻ അടിച്ച ചുരിദാർ തന്നെ ഇപ്പൊ ഇതിന് അളവിന് വെച്ചതല്ല. കറുത്ത ചുരിദാറിലിട്ടില്ല ഡാൻസ് എടുക്കില്ല നിങ്ങള്. അല്ല, ഞാൻ അടിച്ചതാ. അങ്ങനെ ആദ്യം നൂല് കറക്കണം നമുക്ക്. ആദ്യം ഞാൻ നൂല് കറക്കിയതിന് ശേഷമാണ് ബോബിനിൽ നൂല് കറക്കിയ ശേഷമാണ് നമ്മൾ അടിക്കുക. പിന്നെ ബോബിനിൽ കുറെ നൂല് കറച്ചാല് പിന്നെ ഇത് മിഷ്യൻ സുഖമില്ലാത്തോണ്ട് അടിക്കുന്നേരം കട്ട പോകും. എന്നിട്ട് നമ്മൾ ബോബിനിൽ നിറച്ച നൂല് തേച്ചു പിന്നെ അങ്ങനെ ഉരുണ്ടു. അങ്ങനെ അതിനുള്ളിൽ കൂടി കേൾക്കറ ജാലകത്തിന്റെ പുറത്തും കൂടി വന്നിട്ട് ഈ മിഷ്യന് കറങ്ങുന്ന ചക്രയില്ല കായ അതിന് വന്നിട്ട് ഓടുക. ഇവിടെ നിങ്ങൾ വിചാരിച്ചോടുത്ത കുട്ടികളൊന്നല്ല, ഒരൊന്നും തര കുട്ടികൾ. ഈ കത്രിക ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കത്രികയാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു 3-4 കൊല്ലമായേ. 3.5 കൊല്ലം കഴിഞ്ഞ്. പിന്നെ ഇതിന്റെ ഒന്ന് പുതിയ ഞാൻ ഇന്ന് രാവിലെ എടുത്തു വെച്ചത്. അത് എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. രണ്ടാമത്തെ പിന്നെ എടുത്ത ഞാൻ ഇന്ന് രണ്ടാമത്തെ പുതിയ കത്രിക. ഇങ്ങനെ നൂലിങ്ങനെ പിന്നെ അതെവിടെയോ ഉണ്ട്. മിഷ്യൻ മേശപ്പുറത്തേലുണ്ട് തോന്നുന്നു. എന്തെല്ലോ ഉണ്ട് മേശപ്പുറത്ത്. മോനെ അത് നല്ല മൂർച്ചയുള്ള
കത്രിക വെട്ടിപ്പോ അവിടെ വെക്ക്. നിങ്ങൾ ഇതിനകത്ത് പെടല്ലേ, ആ കുപ്പായ ആരും ഇട്ടിക്കില്ല, അല്ലേ തന്നെ പുതിയ ചാനലാ. അതേ പുറത്തു കൂടി ഇതിന്റെ കയറ് വലിച്ചിട്ട് മിഷൻ കറങ്ങുന്നാണ്ടാ. എന്തെന്നാ ഇതാ മക്കൾ നിങ്ങളറിയണ്ടാ. നമുക്ക് ചെറിയ പീസ് മതി ഇതിന് ബേക്കിന് വെക്കുക. ചില സമയം ഞാനും വിചാരിക്കുന്നേ ഇത് തായോട്ടാണല്ലോ ഇത് താഴെയാ മക്കളെ. കഴുത്തിന്റെ ഭാഗം മുറിച്ചേ നോക്കുമ്പോ ഇത് താഴെയല്ല, താഴോട്ട് പ്ലെയിനാ. എന്താ ഇതാ താഴോട്ട് പ്ലെയിനാ. പക്ഷേ പിന്നെ മറ്റേ ടോപ്പിന്റെ ഇതിന്റെ മുന്നിലാണ്, ഇതിന്റെ ഈ മുൻഭാഗത്തെ പീസ് മുന്നിലാണ് വർക്ക് വരുന്നത്. രണ്ടോളെ കാണിച്ചു തരാം. നല്ല ചതുര കഴുത്താണ് ഞാൻ വെട്ടും. ഇതിന്റെ മുൻഭാഗമാണ് വർക്ക്. ഇഞ്ഞുണ്ട അടാ അടിയിട്ടു എൻ്റെ അടുത്തുനിന്ന്. ഇഞ്ഞുണ്ട അല്ല, മുൻഭാഗമാണ് ഇതിന്റെ വർക്ക്. മുൻഭാഗത്താണ് വർക്ക്. പക്ഷെ ഇതിന്റെ വർക്ക് വരുന്ന ബേക്ക് ബാഗാണ്. ഇവിടെയാണ് വരുന്നത്. പുറത്ത് മേലോട്ടാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായിക്ക വല്ലതും? ചില സമയം എനിക്ക് തന്നെ തിരിയൂല, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്നാണ്. അങ്ങനത്തെ കാലാവസ്ഥ എന്താ തിരിച്ചാ വെച്ചു വന്നുള്ളൂ. ആദ്യം നമ്മളിങ്ങനെ മുറിച്ചടം വരെ വെക്കണം. നിങ്ങൾ കാണുന്നുണ്ട ദൂരേന്ന്? ഇതിന് നീളം പോരാ. തുണിക്കഷ്ണം കിട്ടേണ്ട കഷ്ടപ്പെട്ടൊന്നും എന്തോ ഞെടുക്കണ്ട ഇനി കുപ്പായിട്ടില്ല. ഒന്നും പണ്ടത്തെ പോലെ അല്ല, ചാനലിനെല്ലാം വലിയ പ്രശ്നം. നമ്മളെ ഇൻസ്റ്റാഗ്രാം പോലെ ഒന്നല്ല. തുണിയൊന്നും എടുത്ത് കളാണ്, എനിക്ക് കൈക്കെല്ലാം വെച്ചടിക്കേണ്ടതാ. ഒന്നും വെച്ചൂടാ മക്കളെ, എല്ലാം പെറുക്കിക്കൊണ്ടു. രാവിലെ നമ്മളെ ഒരു കത്രിക എടുത്ത് വെച്ചതിനെ കാണുന്നില്ല. കഴുത്ത് ഇത്രയും നീളത്തിൽ വെട്ടിയിരിക്കണം. എത്ര അങ്ങനെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ പീസല്ലേ മാണ്ടോ, അതിനിങ്ങനെ വെട്ടിയിട്ട് നല്ല ഭാഗം വെച്ചടിക്കും. ഇതെല്ലാം പിന്നെ യൂട്യൂബ് കാണുന്നില്ല, ഇതെല്ലാം ഞാൻ പോയി പഠിച്ചതാണ്. പോയി പഠിക്കുന്നേരം എൻ്റെ ചെറിയ പോയി 2 വയസ്സാ. നിങ്ങളറിയാം, അന്നേരം എല്ലാവരും പറയും ഓള് വയസ്സായിട്ട് തുന്നല് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോ യൂട്യൂബ് തുള്ളിക്കളിക്ക് തന്നെ ചെയ്യുന്നത്. എൻ്റെ ഇളയ മോന് 2 വയസ്സാ. മൂത്ത മോനിക്ക് അന്നേരം എത്രയാള് 7, 8, 9 വയസ്സാ. അതിന്റെ ഇളയന് അല്ല, അതിന്റെ നേരെ മുതൽ മോക്ക് 5 വയസ്സാ. അന്നേരം ഞാൻ വയസ്സത്യാണോ. അന്നേരം പറയും ഓള് വയസ്സായിട്ട് തുന്നല് പഠിക്കാൻ പോകുന്ന പറഞ്ഞോലുണ്ടേനു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ യൂട്യൂബിലെ ചാനൽ തുടങ്ങിയത്. ഇനി നിങ്ങൾ പറയണം. അല്ല തിരി താത്തി വെക്ക്. ഞാൻ മറന്നും പോയിട്ട്. ഇങ്ങനെ അടിക്കും അതിനെ. നമ്മള് ഇങ്ങനെ കഴുത്തിന്റെ അവിടെ മുറിച്ചിട്ടില്ല, മുറിച്ചെടുത്ത് ഒരു കഷ്ണം തുണി വെച്ചടിക്കണം. ഈ കമന്റ് ഇടുന്ന പോലില്ല ഒരിക്കലും. നമ്പർ എനക്ക് നിലയും വിലയും ഇല്ല ഓല. എന്താന്നാ, നമ്മള് എന്ത് നല്ലോണം നടന്നാലും എങ്ങനെ നല്ല ഡ്രസ് ഇട്ടാലും അതിന് പറയും. അതുകൊണ്ട് നിങ്ങൾ അല്ലിയൊല്ല പോയിട്ട് അപ്പിട്ട. ഉമ്മ വല്ലാക്കു വേണ്ട
തീരം കൊടുക്കണ്ട. ഇങ്ങനെ വെച്ചില്ല, കഴുത്തിന്റെ ഇടം ചൈന ഇങ്ങനെ മറച്ചിട്ട് അടിക്കണം കേട്ടാ. അതിനെങ്ങനെ മറച്ചിട്ട് ഇങ്ങനെ അടിക്കുക. മനസ്സിലായി? നിങ്ങൾക്ക് സമയം 10 മിനിറ്റ് ആയി. അപ്പൊ അങ്ങനെ തന്നെ നമ്മളെ മുൻഭാഗമുള്ള കഴുത്തും അടിക്കുക. ഇനി അടിച്ച് കഴിഞ്ഞ് കാണിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഓക്കെ മക്കൾ, ഒരുപാട് സമയമാവും. ഓക്കെ.